ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള പ്രതിനിധി സംഘത്തിൽ ഭാഗമാകാൻ ശശി തരൂരിന് അനുമതി. കേന്ദ്രം നേരിട്ട് ഉൾപ്പെടുത്തിയ മറ്റംഗങ്ങളും പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകുമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു. തങ്ങൾ നൽകിയ പട്ടിക കേന്ദ്രം അംഗീകരിക്കാത്തത് ദൗർഭാഗ്യകരമെന്നും കോൺഗ്രസ് പറയുന്നു. പാർട്ടിയിൽ നിന്ന് ഏറെ അകന്ന് കേന്ദ്ര സർക്കാരിനോട് ശശി തരൂർ അടുത്തതായാണ് AICC വിലയിരുത്തൽ. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അത്രയധികം പ്രതിഷേധം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇപ്പം ജയറാം രമേശ് തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചത് ആ രീതിയിലാണ്. തരൂരിന്റെ നീക്കത്തിലുള്ള പ്രതിഷേധം വളരെ വ്യക്തമാണ്. അതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. തരൂർ പോലും പാർട്ടിയെ തള്ളിപ്പറയുന്ന, ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് കോൺഗ്രസിന് സമ്മതിക്കേണ്ടി വരുന്നത്, അനുമതി നൽകേണ്ടി വരുന്നത്. എന്താണ് നിലവിലെ സാഹചര്യം? തരൂർ കോൺഗ്രസ് ആ ഒരു പ്രശ്നം, ഇല്ലെങ്കിൽ അതിനുള്ളിലുള്ള ഉണ്ടായിരിക്കുന്ന ഒരു വിള്ളൽ ഏത് തരത്തിലെത്തി ഇപ്പോൾ? എന്തായാലും ശശി തരൂരും കോൺഗ്രസും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിനിധി സംഘത്തിൽ അംഗമാകാൻ തരൂരിന് ഇപ്പോൾ കോൺഗ്രസ് അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ വലിയ വിവാദങ്ങളും അതുപോലെ തന്നെ പൊട്ടിത്തെറിയിലേക്കൊക്കെ കോൺഗ്രസ് പോയി എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം കോൺഗ്രസ് ആദ്യം 4 പേരുകൾ നിർദ്ദേശിക്കുന്നു. കേന്ദ്ര സർക്കാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി സംസാരിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി 4 പേരുകൾ കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത്. ശശി തരൂരിന്റെ പേര് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിൽ ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, രാജ്ബാർ അടക്കമുള്ളവരുടെ പേരുകളായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ഈ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് ഒരു പേര് മാത്രമായിരുന്നു. തരൂരിനെ ഒരു സംഘത്തിന്റെ ലീഡറാക്കുക കൂടി കേന്ദ്രം ചെയ്തു. ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നത്. കൃത്യമായ രാഷ്ട്രീയമാണ് ഇതിൽ BJP നടത്തുന്നത്. കൃത്യമായി രാഷ്ട്രീയം കളിക്കുന്നു അടക്കമുള്ള വിമർശനങ്ങൾ കോൺഗ്രസ് ഉയർത്തുന്നു. പക്ഷേ ശശി തരൂരിന്റെ നിലപാടിൽ കടുത്ത അമർഷത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വവും ഉള്ളത്. കാരണം തരൂരിന് ഇതുമായി ബന്ധപ്പെട്ട വിവരം 2 ദിവസങ്ങൾക്ക് മുമ്പേ ലഭിച്ചെങ്കിലും കൃത്യമായ ഒരു ആശയവിനിമയം തരൂർ പാർട്ടിയുമായി നടത്താൻ തയ്യാറായില്ല. അല്ലെങ്കിൽ താൻ ഇതിൽ പങ്കാളിയാകുമോ എന്ന് AICC നേതൃത്വത്തോട് അഭിപ്രായം പോലും തേടിയില്ല എന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുന്നത്. പക്ഷേ ഇപ്പോൾ തരൂരിനെതിരെ ഒരു നടപടി വേണ്ട എന്ന് തന്നെയാണ് AICC നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ദേശസ്നേഹം അതുപോലെ തന്നെ രാഷ്ട്രസ്നേഹം അടക്കമുള്ള വിഷയങ്ങളാണ് തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ തരൂരിനെതിരെ നടപടിയെടുത്താൽ അത് തങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക കൂടി കോൺഗ്രസിനുണ്ട്. ഇതുകൂടാതെ തന്നെ കോൺഗ്രസ് നൽകാത്ത പട്ടികയിൽ ഉള്ള 3 നേതാക്കളെ കൂടി ഇപ്പോൾ BJP ഈ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തരൂരിന് ഒരു മറുവാദമായി ഉയർത്താനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. നേരത്തെ തന്നെ തരൂർ സ്വീകരിച്ച പല നിലപാടുകളിലും കൃത്യമായ അതിർത്തിയാണ് കോൺഗ്രസ് വ്യക്തമാക്കിയത്. കാരണം കോൺഗ്രസിന്റെ നിലപാടല്ല പല സമയവും തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. 1971-ലെയും 2025-ലെയും സാഹചര്യം രണ്ടെന്ന് തരൂർ പറഞ്ഞിരുന്നു. ഈ വെടിനിർത്തൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടല്ലായിരുന്നു തരൂർ സ്വീകരിച്ചത്. കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന, കേന്ദ്ര സർക്കാരിനെ പ്രശംസിക്കുന്ന നിലപാടുകൾ തരൂർ സ്വീകരിച്ചിരുന്നു. ഇത് കൃത്യമായി താക്കീത് നൽകുകയും കഴിഞ്ഞ പ്രവർത്തക സമിതി യോഗത്തിലടക്കം തരൂരിനെതിരെ വലിയ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ തരൂർ ഇതൊന്നും വകവയ്ക്കാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ കടുത്ത അമർഷത്തിൽ തന്നെയാണ് AICC നേതൃത്വമുള്ളത്. പക്ഷേ ഒരു പ്രധാന വിലയിരുത്തൽ AICC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കോൺഗ്രസിൽ നിന്ന് തരൂർ ഏറെ അകന്നിരിക്കുന്നു. പക്ഷേ സർക്കാരുമായി ഏറെ അടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. ഇതിനു പുറമെ തരൂർ തന്നെ തനിക്കെതിരെ പാർട്ടിയിൽ ഒരു നടപടി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വിലയിരുത്തൽ കൂടി AICC നടത്തുകയാണ്. കോൺഗ്രസ് കടുത്ത അതിർത്തിയിൽ തന്നെയാണ്. മുൻപും ഇത്തരമുള്ള തരൂരിന്റെ പ്രസ്താവനകൾ ഒരിക്കൽ ട്രംപ് മോഡി കൂടിക്കാഴ്ച അദ്ദേഹം പ്രശംസിച്ചിരുന്നു. പിന്നാലെ LDF സർക്കാരിനെ അദ്ദേഹം പ്രശംസിച്ച് മുൻപോട്ട് വന്നതടക്കം വലിയ രീതിയിലുള്ള വിവാദമാവുകയും അന്ന് വലിയ വിമർശനങ്ങൾ തരൂരിനെതിരെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു താക്കീത് നൽകിയിട്ട് പോലും തരൂർ ഇത്തരമുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നതിൽ ഹൈക്കമാൻഡ് കടുത്ത അതിർത്തിയിൽ തന്നെയാണ്. ആ അതിർത്തി തന്നെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ ജയറാം രമേശ് ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എങ്ങനെയായിരുന്നു? കോൺഗ്രസിൽ നിൽക്കുന്നതും കോൺഗ്രസുകാരനായി തുടരുന്നതും 2 കാര്യമെന്നതാണ്. അത് തരൂരിനെ പരോക്ഷമായി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇത്തരത്തിൽ തരൂർ പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്ന് തന്നെ ജയറാം രമേശ് വാർത്താ സമ്മേളനത്തിലും ചൂണ്ടിക്കാണിച്ചിരുന്നു. കടുത്ത അതിർത്തിയിൽ തുടർന്നു. പക്ഷേ ഇപ്പോൾ ഒരു നടപടി തരൂരിനെതിരെ ഉണ്ടാകില്ല. പക്ഷേ ഈ അതിർത്തി കൃത്യമായി ഹൈക്കമാൻഡും അതുപോലെ തന്നെ AICCയും വരും ദിവസങ്ങളിൽ വ്യക്തമാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതുകൂടാതെ തന്നെ ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമാകാൻ തരൂരിനൊപ്പം മറ്റ് 4 കോൺഗ്രസ് നേതാക്കൾ കൂടിയുണ്ട്. ആനന്ദ് ശർമ്മ, മനീഷ് തിവാരി, സൽമാൻ ഖുർഷിദ് അടക്കമുള്ളവരാണ് മറ്റ് നേതാക്കൾ. ഇവർ കൃത്യമായി തങ്ങളുടെ
തങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റ് ലോകരാജ്യങ്ങളെ അറിയിക്കും. പക്ഷേ ഈ പ്രതിനിധി സംഘം പോകുമ്പോൾ കൃത്യമായി മറ്റ് ആവശ്യങ്ങൾ കൂടി കോൺഗ്രസ് ഉയർത്തുകയാണ്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരണം, അതുപോലെ തന്നെ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൊണ്ട് 1994 പാക് അധീന കശ്മീർ തിരിച്ചു പിടിക്കണമെന്ന പ്രമേയം ആവർത്തിക്കണമെന്ന് കൂടി കോൺഗ്രസ് ഇപ്പോൾ ഉയർത്തി കാണിക്കുകയാണ്. എന്തായാലും തരൂർ വിവാദം അത് അതിശക്തമായി തന്നെ ഉയരുന്നൊരു സാഹചര്യമുണ്ട്. കൃത്യമായ അതിർത്തിയിൽ തന്നെയാണ് AICC നേതൃത്വമുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു നടപടി തരൂരിനെതിരെ വേണ്ട. പക്ഷേ തരൂരിന്റെ നിലപാടുകൾ പാർട്ടിക്കെതിരായുള്ള നിലപാട്, കാരണം ഹൈക്കമാൻഡ് അടക്കം AICC നേതൃത്വം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് പാർട്ടി അധ്യക്ഷൻ പറയുന്നത് അനുസരിക്കാൻ പാർട്ടിയിലെ ഓരോ പ്രവർത്തകരും ബാധ്യസ്ഥരാണെന്ന് ജയറാം രമേശ് ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ തരൂർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് താനൊരു പൗരനായിട്ട് മാത്രമാണ് ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാരിന്റെ ഈ പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തന്നെ പ്രതിനിധി ആകാൻ വേണ്ടിയുള്ള സ്വാഗതം